നമസ്കാരം. കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റും ഇന്ന് ഏഷ്യൻ മാർക്കറ്റും ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നതുകൊണ്ട് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. നിഫ്റ്റിയും ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിൻ്റെ സാധ്യതകളാണ് നൽകുന്നത്. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മാർക്കറ്റിൽ ഉയർന്ന ബയിങ് മൊമെൻറ്റം പ്രകടമായിരുന്നു. നിഫ്റ്റി 0.79% ഉയർന്ന് 26,172 ക്ലോസിംഗ് നൽകി. IT, ഡിഫൻസ് തുടങ്ങിയ സെക്ടറുകളിലും ശക്തമായ ബയിങ് പ്രകടമായിരുന്നു. നിഫ്റ്റി IT ഇൻഡെക്സ് 2% ഉയരുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം US മാർക്കറ്റിലും ഡീസൻറ്റ് പെർഫോമൻസ് നമുക്ക് കാണാൻ സാധിച്ചു. US മാർക്കറ്റിൽ ഒട്ടുമിക്ക സ്റ്റോക്കുകളിലും സസ്റ്റെയിൻഡ് റാലി കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ ഇമ്പാക്റ്റ് ഇന്ന് ഏഷ്യൻ മാർക്കറ്റിൽ പ്രകടമാണ്. ജപ്പാൻ്റെ ഇൻഡെക്സ് 0.5%, MSI ഏഷ്യ പസഫിക് ഇൻഡെക്സ് 0.3% ഉയർന്ന് ട്രേഡ് ചെയ്യുന്നു. ബ്രന്റ് ക്രൂഡിൻ്റെ വില $62 പെർ ബാരൽ എന്ന ലെവലിനടുത്ത് ഏറെക്കുറെ ഫ്ലാറ്റുമാണ്. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളെ പരിചയപ്പെടാം. ഒന്നാമത്തേത് സാങ്വി മൂവേഴ്സ്. സാങ്വി മൂവേഴ്സിന് റിന്യൂവബിൾ എനർജിയുമായി ബന്ധപ്പെട്ട പ്രോജക്റ്റ് സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടി 428 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചതുകൊണ്ട് സാങ്വി മൂവേഴ്സ് എന്ന സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കും. രണ്ടാമത്തേത് അദാനി ഉടമസ്ഥതയിലുള്ള അംബുജ, ACC തുടങ്ങിയ സിമൻറ്റ് സ്റ്റോക്കുകളാണ്. ACC ഓറിയൻ്റ് സിമൻറ്റിൻ്റെ അമാൽഗമേഷന് ബോർഡ് അപ്രൂവൽ നൽകിയതിൻ്റെ പശ്ചാത്തലത്തിൽ ACC എന്ന സ്റ്റോക്കിനെ ഇന്ന് ശ്രദ്ധിക്കാം. പേടിഎം എന്ന കമ്പനി ഇന്തോനേഷ്യ, ലക്സംബർഗ് തുടങ്ങിയ സ്ഥലങ്ങളിൽ 2 പുതിയ സബ്സിഡറികൾ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ തീരുമാനിച്ചതുകൊണ്ട് പേടിഎം എന്ന സ്റ്റോക്കും ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാനുള്ള സാധ്യത കൂടുതലാണ്. IT സെക്ടറിൽ HCL ടെക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അനലിസ്റ്റിൻ്റെ സ്റ്റാർട്ടപ്പ് കമ്പനിയായ വൂബി എന്ന കമ്പനിയെ 4.5 മില്യൺ യൂറോയ്ക്ക് അക്വയർ ചെയ്തതുകൊണ്ട് HCL ടെക് എന്ന സ്റ്റോക്കിനെയും ഇന്ന് ശ്രദ്ധിക്കാം. റിയൽ എസ്റ്റേറ്റ് സെക്ടറിൽ പ്രസ്റ്റീജ് എസ്റ്റേറ്റ് എന്ന സ്റ്റോക്കിനെ ശ്രദ്ധിക്കാം. റിയൽ എസ്റ്റേറ്റ് പ്രോജക്റ്റ് എക്സിക്യൂഷന് വേണ്ടി പ്രസ്റ്റീജ് എസ്റ്റേറ്റ് ചെന്നൈയിൽ 25 ഏക്കർ ലാൻഡ് അക്വയർ ചെയ്തിട്ടുണ്ട്. ഗ്രോ എന്ന കമ്പനി അതിൻ്റെ പ്ലാറ്റ്ഫോമിൽ വരുന്ന ടെക്നിക്കൽ ഗ്ലിച്ചസ് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടി ഗ്രോ ലൈറ്റ് എന്ന പേരിൽ ഒരു വെബ് ബേസ്ഡ് എമർജൻസി ട്രേഡിംഗ് പോർട്ടൽ ലോഞ്ച് ചെയ്തതുകൊണ്ട് ഗ്രോ എന്ന സ്റ്റോക്ക് ഇന്ന് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആൻ്റണി വേസ്റ്റ് എന്ന കമ്പനിക്ക് സോളിഡ് വേസ്റ്റ് പ്രോസസ്സ് ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്ലാന്റ് സെറ്റപ്പ് ചെയ്യാൻ താനെ മുനിസിപ്പൽ കോർപ്പറേഷനിൽ നിന്നും 329 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. GPT ഇൻഫ്രാ പ്രൊജക്ട്സ് എന്ന കമ്പനിക്ക് നാഷണൽ ഹൈവേ അതോറിറ്റിയിൽ നിന്നും 670 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. HFCL എന്ന കമ്പനി QIP വഴി സ്റ്റേക്ക് സെൽ ചെയ്യുകയാണ്. 65 രൂപ 84 പൈസ പെർ ഷെയർ എന്ന റേറ്റിലുള്ള OFS HFCLൽ പ്രകടമായതുകൊണ്ട് HFCL എന്ന സ്റ്റോക്കിനെയും ഇന്ന് ശ്രദ്ധിക്കാം. കൂടാതെ LIC എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. LIC അതിൻ്റെ പുതിയ ഹോം ലോൺ നിരക്ക് 7.15% കുറച്ചതുകൊണ്ട് LIC ഹൗസിംഗ് ഫിനാൻസ് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാനുള്ള സാധ്യത കൂടുതലാണ്. JK ടയർ എന്ന കമ്പനി കാവൻഡിഷ് ഇൻഡസ്ട്രീസ് എന്ന കമ്പനിയുമായി മെർജ് ആയതിൻ്റെ എഫക്റ്റീവ് ഡേറ്റ് ഇന്നു മുതൽ തുടങ്ങുന്നതുകൊണ്ട് JK ടയർ എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാം. UPLൻ്റെ സബ്സിഡറി കമ്പനിയായ അദ്വാന്ത ഹോൾഡിംഗ്സ് എന്ന കമ്പനി വിയറ്റ്നാം ബേസ്ഡ് ഹൈബ്രിഡ് സീഡ്സ് കമ്പനിയുടെ 100% സ്റ്റേക്കുകൾ $2,000 അക്വയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് UPL എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാം. വെൽപ്സൺ കോർപ്പ് വെൽപ്സൺ സ്പെഷ്യാലിറ്റി സൊല്യൂഷൻസിൻ്റെ 4.1% സ്റ്റേക്കുകൾ 109 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്തതുകൊണ്ട് വെൽപ്സൺ കോർപ്സ് എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.